ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ സേവനാഴി ഉപയോഗിക്കാതെ അതുപോലെ തന്നെ വാട്ടിയെടുക്കാതെ കുഴയ്ക്കാതെ ഒക്കെ വളരെ എളുപ്പത്തിൽ വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഇടിയപ്പത്തിൻ്റെ ട്രിക്ക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഞാനിന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്ന രണ്ട് വഴികളിൽ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഈ രീതിയിലൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. വല്ലാണ്ട് ലൂസും ആവരുത്, എന്നാൽ നല്ല കട്ടിയും ആവരുത്. ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഓയിൽ നമ്മൾ ആക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കുറേ സമയം വരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അന്നേരം ഞാൻ ഈ ഒരു ഓയിൽ കവർ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കൊരു നൂലപ്പം കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്നൊന്ന് നമുക്ക് കലക്കിയിട്ട് ഈ രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിന്റെ പോലെ കുറേ സമയം നമ്മൾ നിന്ന് മാവ് സേവനാഴിയിലിട്ട് അമർത്തി എടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ചൂടോട് കഴിക്കാനാണ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ രീതിയിൽ മാവ് ഉണ്ടാക്കിയിട്ട് ചൂടായ ചട്ടിയിൽ ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തൊന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അധികം കട്ടിയൊന്നും ഇല്ലാതെ നേരിയതായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഈ രീതിയിലൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചുറ്റി എടുക്കുന്ന സമയത്ത് മാവ് ഈ രീതിയിൽ നന്നായിട്ട് വരുന്നുണ്ടോ, തിക്കല്ലാതെ നല്ല തിന്നായിട്ട് വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ശരിക്കും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മാവ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓയിലിൻ്റെ കവർ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. വലിയ ഹോളാണെങ്കിൽ നമുക്ക് മാവ് ഒന്നായിട്ട് വരും. അപ്പോൾ ചെറിയൊരു ഹോളാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നിങ്ങളടുത്ത് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്കും ഒഴിച്ചു കൊടുത്തിട്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ഞാൻ നിറച്ചിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. നല്ല തിന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇനി മാവൊന്നും കുഴയ്ക്കാതെ അതുപോലെ തന്നെ വാട്ടിയെടുക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഇടിയപ്പം മാവ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അടി കനമുള്ള ഒരു പാത്രം തന്നെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുക്കറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി, ഞാൻ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, ഏത് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാവും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കോൺഫ്ലവർ മാവ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇടിയപ്പത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കുറേ സമയം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ രണ്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ മാവൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് ഈ കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ സിമ്മിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. അടിയിലൊന്നും പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ അതുവരെ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ഇടിയപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ നമുക്ക് അരി അരച്ചിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് നല്ല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വല്ലാണ്ട് ഇങ്ങോട്ട് കുഴച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് സേവനാഴിയിലിട്ടിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ.
വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടി കുഴച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാവും. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾക്ക് മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവറും നെയ്യൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കുറേ സമയം സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഇരിക്കുന്നതാണ്. അപ്പോൾ മാവൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കണ്ടെയ്നറാണ് ട്ടോ. ഇതുപോലുള്ള ഫുഡ് കണ്ടെയ്നറൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവല്ലേ. ഈ ടിപ്പ് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഇനി ഇത് വലിച്ചെറിഞ്ഞ് കളയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ കണ്ടെയ്നർ ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ സേവനാഴിയുടെ അതേ ഷേപ്പിൽ ഞാനിതൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് സേവനാഴി വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കത് നന്നായിട്ട് റൗണ്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫുഡ് കണ്ടെയ്നറിൻ്റെ മൂടി വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഇതൊന്നൊക്കെ നമ്മൾ ഫുഡ് വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ കിട്ടില്ല, അതിൻ്റെ മൂടി വെച്ചിട്ടും ഈ രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു 2 വെച്ചിട്ടുള്ള ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡലി തട്ടിലേക്ക് ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സേവനാഴിയിലും ഈ രീതിയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാവ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് പിഴിഞ്ഞെടുക്കരുത്. ഈ രീതിയിൽ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കണ്ടെയ്നറിൻ്റെ ആ പീസ് ഒന്ന് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എപ്പോഴും നമ്മൾ എങ്ങനെയാണോ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയായിരിക്കും മാവ് മുഴുവനായിട്ടും ആ സേവനാഴിയുടെ അച്ചിൻ്റെ മുകളിലേക്കായിട്ട് വരിക എന്നുള്ളത്. എന്നാൽ ഇതുപോലൊരു സംഭവം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും മാവ് മുകളിലേക്ക് പൊന്താതെ വളരെ എളുപ്പത്തിൽ നമ്മളെടുത്തിട്ടുള്ള മുഴുവൻ മാവും നമുക്ക് ഈ രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എനിക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. കൈ വേദനയ്ക്കൊന്നും തന്നെ ഇല്ല. കൈ കൊണ്ട് പോലും തൊടാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഇടിയപ്പത്തിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇടിയപ്പമൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. തുള്ളി പോലും മാവ് മുകളിലേക്ക് പൊന്തി വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ അടുത്തതായിട്ട് ഞാൻ അലൂമിനിയം ഫോയിലിൻ്റെ ഈ ഒരു പാർട്ടാണ് ട്ടോ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ വെച്ചിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് പ്രസ്സായി വരികയും ചെയ്യും. മുകളിലോട്ട് പൊന്താതെ മുഴുവനായിട്ട് താഴോട്ട് പ്രസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ മാവ് മുകളിലോട്ട് പൊന്തി വരില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ മാവ് കൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒട്ടും മാവ് വേസ്റ്റേജ് ആവുകയില്ല. അപ്പം ഞാൻ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടിലും ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ, മാവ് ഒട്ടും വേസ്റ്റേജ് ആവാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് മുഴുവൻ മാവും ഈ രീതിയിൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവം തന്നെയല്ലേ ഇത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കണേ. പെട്ടെന്ന് നമ്മളുടെ ഈ ഫോയിൽ പേപ്പർ കീറിയൊന്നും പോവില്ല കേട്ടോ. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് വെക്കുകയാണെങ്കിൽ എപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ഭാഗം പ്രസ്സായപ്പോൾ ചെറുതായിട്ട് ആ റൗണ്ട് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ സേവനാഴി പ്രസ്സാക്കി കൊടുക്കുന്ന സമയത്ത് അമർന്ന് വരുന്നതുകൊണ്ടാണ് ആ ഭാഗം അതുപോലെ ആയത്. അതിന് യാതൊരു പ്രോബ്ലം തന്നെയില്ല. ഇപ്പോഴും നമുക്ക് ഈ രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു തട്ടിലും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഡലി തട്ടോ ഇതുപോലുള്ള തട്ടോ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കഴിക്കുന്ന പാത്രമില്ലേ, സ്റ്റീലിൻ്റെ പാത്രം, അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും നമുക്ക് ആവിയിൽ വെച്ച് കൊടുത്തിട്ടും ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്സ് തന്നെയാണിത്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലും കൂടെ ഒന്ന് ആവി കയറ്റി വേവിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇടിയപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്രയ്ക്കും നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി ഒരു ഇടിയപ്പം തന്നെയാണ് ട്ടോ ഇത്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പം എനിക്ക് 1 ഗ്ലാസ് മാവിൽ നിന്നും ഇത്രയും ഇടിയപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 4 മണിക്കൊക്കെ ചായക്ക് അതുപോലെ തന്നെ രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല കറിയുടെ കൂടെ അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ട്ടോ. ഒന്നുമില്ലെങ്കിലും ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.